അലിയാക്ക, നിങ്ങൾ സോളാർ വെക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സമയം, ആ സമയത്ത് എങ്ങനെയാണ് ഗ്രീൻ സോളാറിലോട്ട് ആ ഒരു എൻക്വയറി എത്താനുണ്ടായ കാരണം? ഗ്രീൻ സോളാർ എന്ന് പറഞ്ഞാൽ നമ്മളെ മങ്കട മണ്ഡലത്തിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. അത് മാത്രമല്ല, അവർ റേറ്റ് ചെയ്യാൻ അന്വേഷിച്ചു, അതും റീസണബിളാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല സർവീസസ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ 3 കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ ഗ്രീൻ സോളാറിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം. സോളാർ വെച്ചതിന് ശേഷം കറണ്ട് ബില്ലിൽ ഉണ്ടായ വ്യത്യാസം, അല്ലെങ്കിൽ അത് സോളാർ വെച്ചത് ഒരു നല്ല നിക്ഷേപമായി എന്ന് അലിയാക്ക ഒരു ബിസിനസ്സുകാരനും കൂടിയാണല്ലോ, അതിൻ്റെ ഒരു ആംഗിളും കൂടി പറയുകയാണെങ്കിൽ നല്ല നിക്ഷേപം ആയിട്ടുണ്ടോ? ആ ഒരു സംശയമല്ല. ഇപ്പോൾ 3 വർഷം മുമ്പാണ് ഞാനിത് വെച്ചത്. അതിൻ്റെ എനിക്ക് തോന്നുന്നത് ഒരു 1.5-2 വർഷം കൊണ്ട് അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള മുതൽ എനിക്ക് റിക്കവർ ചെയ്യാൻ പറ്റിയതാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ റേറ്റ് വളരെ ചുരുക്കുക, 10-300 രൂപ മാത്രമാണ്. അത് മീറ്റർ ചാർജസ് മാത്രമാണ് ഇപ്പോൾ വരുന്നത്. AC ഇടുന്നുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എന്നിട്ടും ചാർജ് വരുന്നില്ല എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സമാധാനമാണ്. സാധാരണ ഞാൻ ചിലപ്പോൾ 7,000-8,000 ഒക്കെ ബില്ല് കൊടുത്തിരുന്നു. അതിപ്പോൾ റെഡ്യൂസ് ചെയ്ത് വളരെ ഇതായി. അപ്പോൾ അതുകൊണ്ട് 2 വർഷത്തിനിടയിൽ എൻ്റെ കോസ്റ്റ് എനിക്ക് റിക്കവർ ചെയ്യാൻ കഴിയുമെന്നാണ് എൻ്റെ തോന്നൽ. നമ്മുടെ ക്വാളിറ്റി, മെറ്റീരിയൽസ്, അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻസ് വന്നിട്ടുണ്ടോ? അതുപോലെ തന്നെ നമ്മളെ AMC പാക്കേജ് എടുത്തത് കൊണ്ടുള്ള എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടോ? ഒരു സംശയമില്ല. എന്തെങ്കിലും ഒരു ചെറിയ കംപ്ലയിൻറ്റ് എനിക്ക് വളരെ അപൂർവമായിട്ടാണ് വന്നിട്ടെന്ന് തോന്നുന്നു, 1-2 പ്രാവശ്യം. അത് അപ്പം തന്നെ കമ്പനിയിൽ വിളിച്ചു പറഞ്ഞാൽ ഉടൻ തന്നെ ആളെ അയക്കുന്നുണ്ട്. അതിൻ്റെ പ്രശ്നങ്ങൾ അപ്പം തന്നെ പരിഹരിക്കുന്നുണ്ട്. അതല്ലാതെ നമ്മൾ വെയിറ്റ് ചെയ്യുക, പിന്നെ കുറേ വെയിറ്റ് ചെയ്യുക, അങ്ങനെയല്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കുറേ കമ്പനികൾക്ക് ഞാനിത് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ തന്നെ കൺട്രോളിലുള്ള അല്ലെങ്കിൽ കഴിവുള്ള കുറേയധികം അറിയുന്ന ആൾക്കാരുടെയൊക്കെ സ്ഥാപനങ്ങളിലേക്ക് ഞാൻ ഗ്രീൻ സോളാറിനെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആഫ്റ്റർ ഓൾ അലിയാക്ക ഗ്രീൻ സോളാറിൻ്റെ വൺ ഓഫ് ദി ഹാപ്പി കസ്റ്റമർ ആണ്. ഒരു സംശയമില്ല. നല്ല രീതിയിലാണ് അവർ എന്നോട്, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ആൾക്കാരോടൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ത്രൂ ഔട്ട് കേരള അങ്ങനെ തന്നെയാണ് ചെയ്യുന്നതാണ്. നല്ല സർവീസസ് ആണ്. ഒരു കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർവീസസ് ആണ്. അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ടെന്നുള്ളതാണ് സത്യം.